ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് പുണർദം. ദേവമാതാവായ അതിഥി ദേവതയായും പ്രപഞ്ചത്തിന്റെ വഴികാട്ടിയായ ദേവഗുരുവായ വ്യാഴം അധിപനായും വിളങ്ങുന്ന ഈ നക്ഷത്രം പുനർദർശനത്തിന്റെ അഥവാ വെളിച്ചത്തിലേക്കുള്ള മടക്കത്തിന്റെ പ്രതീകമാണ്. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുക എന്നതൊക്കെയാണ് പുണർദം എന്ന വാക്കിന്റെ അന്തരാർത്ഥം. ജീവിതത്തിൽ സാമ്പത്തികമായോ തൊഴിൽപരമായോ ഒരു തളർച്ച നേരിടുന്ന പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ഒരു വലിയ തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ്. 2026 ഏപ്രിൽ മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിന്റെ പ്രതീകമായ വിഷുവിന്റെ മാസമാണ്. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ കാലം പുണർദം നക്ഷത്രം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്കും കർക്കടകക്കൂറുകാർക്കും സവിശേഷമായ ബലങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ വ്യാഴത്തിന്റെ അനുഗ്രഹീത ദൃഷ്ടിയും ശനിയുടെ കർമ്മബലങ്ങളും കൂടിച്ചേരുന്ന ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞ കുറെ കാലമായി സാമ്പത്തിക കാര്യങ്ങളിൽ അനുഭവിച്ചിരുന്ന അനിശ്ചിതത്വങ്ങൾക്കും കയ്യിൽ പണം തങ്ങുന്നില്ല എന്ന പരാതിക്കും ഈ ഏപ്രിൽ മാസത്തോടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ തന്നെ അന്തർലീനമായ ഒരു ഗുണമുണ്ട്. എത്ര തളർന്നാലും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുക എന്നതാണത്. ഈ സ്വഭാവ ഗുണം അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഈ മാസം പ്രതിഫലിക്കും. തടസ്സപ്പെട്ട് കിടന്ന ധനാഗമ മാർഗങ്ങൾ തുറക്കപ്പെടുകയും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ മാസം സംജാതമാകും. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും സ്വന്തം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പുണർദക്കാർക്ക് സാധിക്കുന്നതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബിസിനസ് രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവരും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവർക്കും വിദേശത്ത് ജോലി തേടുന്നവർക്കും ഈ ഏപ്രിൽ മാസം നൽകുന്ന സൂചനകൾ അതീവ ശുഭകരമാണ്. കേവലം അധ്വാനം കൊണ്ട് മാത്രമല്ല, ഭാഗ്യത്തിന്റെ അകമ്പടിയോടെയും പണം വന്നു ചേരുന്ന ധനയോഗങ്ങൾ ഈ മാസത്തെ ഗ്രഹനിലയിൽ കാണാം. എന്നാൽ ഈ ഭാഗ്യത്തെ എങ്ങനെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അമിതമായ ആത്മവിശ്വാസം അപകടമാണെന്ന ജ്യോതിഷ തത്വം പുണർദം നക്ഷത്രക്കാർ ഈ മാസം ഓർമ്മിച്ചിരിക്കണം. വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ അനാവശ്യ ചെലവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആഡംബര മോഹങ്ങളും മറ്റുള്ളവരെ കാണിക്കാനുള്ള വ്യഗ്രതയും സാമ്പത്തിക അടിത്തറയെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പുണർദം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഈ ഉണർവ് വരും വർഷങ്ങളിലേക്കുള്ള വലിയൊരു സമ്പാദ്യത്തിന്റെ ആദ്യ പടിയായിരിക്കും. ഈ വീഡിയോയിലൂടെ 2026 ഏപ്രിൽ മാസത്തിൽ പുണർദം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തൊഴിൽപരമായ ലാഭങ്ങൾ, നിക്ഷേപങ്ങളിലെ വളർച്ച, ശ്രദ്ധിക്കേണ്ട ചതിക്കുഴികൾ എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. ആ വഴിയിലൂടെ കൃത്യമായ പ്ലാനിങ്ങോടെ സഞ്ചരിച്ചാൽ ഏപ്രിൽ മാസം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല. പുണർദം നക്ഷത്രക്കാർക്ക് ജോലിയിൽ നിന്ന് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ശമ്പള കുടിശ്ശികയോ ഇൻസെന്റീവുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്കും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പദവിയിൽ ഉയർച്ചയും അതിനോടനുബന്ധിച്ച സാമ്പത്തിക ലാഭവും ഉണ്ടാകും. തൊഴിലന്വേഷകർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ പുതിയ ജോലി വാഗ്ദാനങ്ങൾ ഏപ്രിൽ 2ാം വാരത്തോടെ ലഭിച്ചേക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാനും സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം ലാഭവിഹിതം വർദ്ധിക്കുന്ന കാലമാണ്. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്താൻ എളുപ്പമാകും. ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ അനുവദിക്കപ്പെടും. പുതിയ ബിസിനസ് പങ്കാളികൾ വഴി വലിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണം. പരസ്യ വിപണന രംഗത്തും IT മേഖലയിലും പ്രവർത്തിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ലാഭം ഈ മാസം കൈവരും. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ വിദേശ വിപണികൾ കണ്ടെത്താനാകും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം കൊയ്യാൻ ഈ മാസം സാധിക്കും. പ്രത്യേകിച്ച് ബാങ്കിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, IT മേഖലകളിലെ ഓഹരികൾ ലാഭകരമാകും. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ ഏർപ്പെടുന്നവർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജാഗ്രത പാലിക്കണം. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിലെ വിഷുക്കാലം അനുയോജ്യമാണ്. ഇത് ഭാവിയിൽ വലിയൊരു സാമ്പത്തിക കരുതലാകും. സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ മ്യൂച്വൽ ഫണ്ടുകളോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളോ ഈ മാസം ഗുണകരമാകും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം ഭാഗ്യദായകമാണ്. കാലങ്ങളായി വിൽക്കാൻ കഴിയാതെ കിടന്ന പുരയിടമോ വീടോ നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. ഇതുവഴി വലിയൊരു തുക കൈവശം വന്നു ചേരും. സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോണുകൾക്കും മറ്റും അപേക്ഷിക്കാൻ പറ്റിയ സമയമാണിത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിഞ്ഞുവരും. പിതൃസ്വത്തോ അമ്മ വഴി ലഭിക്കേണ്ട സ്വത്തോ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്യും. വിവാഹിതരായവർക്ക് തങ്ങളുടെ പങ്കാളിയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ജോലിയിലുണ്ടായ ഉയർച്ചയും കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നിലയും മെച്ചപ്പെടും. പഴയ കടങ്ങൾ വീട്ടാൻ പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. ഇത് വലിയൊരു മാനസികാശ്വാസം നൽകും. വിഷുവും ഈസ്റ്ററും ഉൾപ്പെടുന്ന മാസമായതിനാൽ കുടുംബ ചടങ്ങുകൾക്കായി അല്പം ഉയർന്ന തുക ചെലവാകാൻ സാധ്യതയുണ്ട്.
മാസാന്ത്യത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുള്ളതിനാൽ മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ മുൻകൂട്ടി ഉറപ്പാക്കുക. വിദ്യാർത്ഥികളായ പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ പഠനത്തിന് തടസ്സമാകില്ല. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് സ്കോളർഷിപ്പുകളോ വിദ്യാഭ്യാസ വായ്പകളോ എളുപ്പത്തിൽ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സാമ്പത്തിക സ്പോൺസർഷിപ്പ് ഈ മാസം കണ്ടെത്താൻ സാധിക്കും. ലോട്ടറി, സമ്മാന പദ്ധതികൾ എന്നിവയിലൂടെ ചെറിയ തോതിലുള്ള ലാഭം ചിലർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഇതിൽ വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സാമ്പത്തിക ഗുണമായി കണക്കാക്കാം. മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിലും നിക്ഷേപിക്കാൻ നല്ല സമയമാണ്. സ്വർണം, വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ്. മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ നിക്ഷേപങ്ങൾ ഭാവിയിൽ മികച്ച വരുമാനം നൽകും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും പുണർദം നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾ, വാഹന റിപ്പയർ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ല കാര്യമാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം. കൃത്യമായി ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും. ചിലർക്ക് യാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം. ഇത് വിനോദയാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ ആകാം. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം തേടി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠനത്തിനായി ചെറിയ തുകകൾ ദാനം നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും. എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ധനലക്ഷ്മിയുടെ കടാക്ഷത്തിന് കാരണമാകും. ജ്യോതിഷ നിർദ്ദേശപ്രകാരം അനുയോജ്യമല്ലെങ്കിൽ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. 2026 ഏപ്രിൽ മാസം പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സുവർണ കാലഘട്ടമാണ്. മിഥുനക്കൂറുകാർക്കും കർക്കടകക്കൂറുകാർക്കും ഒരേപോലെ ഗുണപരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഈ മാസം ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വരും വർഷങ്ങളിലേക്കുള്ള വലിയൊരു അടിത്തറയായി മാറും. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ മാസം നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും.